ജെൻ സി, ജെൻ ആൽഫ എന്ന് പറയുന്ന പുതിയ തലമുറയുണ്ടല്ലോ, 2000-നും 2010-നൊക്കെ ശേഷം ജനിച്ച ആളുകൾ, പ്രത്യേകിച്ചും 2010-ന് ശേഷം ജനിച്ച കുട്ടികളുടെ ഒരു കഥയാണിത്. ആ പ്രായത്തിലുള്ള കുട്ടികളുടെ കഥയാണ്, കഥയല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയും 80s 90s കിഡ്സ് വിചാരിക്കുക നമ്മളായിരിക്കും ഏറ്റവും കിഡിലൻ പേരൻസ് എന്നാണ്. അതിൻ്റെ കാരണം എന്താ? ഞാൻ എൻ്റെ മക്കളോട് പറയും, എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു വിളച്ചിലും നടക്കില്ല, കാരണം നിങ്ങളെക്കാൾ വലിയ ജഗജല്ലിയായിരുന്നു ഞാൻ. ഇത്രയും ജഗജല്ലിയായ ഒരാളുടെ മകനായി ജനിച്ചതാണ് നിൻ്റെ ദൗർഭാഗ്യം ഞാൻ എൻ്റെ മകനോട് പറയാറുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെയാണ് എന്ന് ഈ സീരീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോവാണ്. കാരണം നമ്മുടെ ജഗജല്ലിത്തരങ്ങളെയൊക്കെ അവർ തമാശയായിട്ടാണ് കാണുക. ചീള് കേസായിട്ടാണ് അവർ കാണുന്നത്. അതിനർത്ഥം അവരെന്തോ ഒരു മോശമായിട്ട് ചെയ്യുന്നോ മോശമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ നൗഫലിൻ്റെ കുട്ടിയോട് പറയാം, ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇത്ര കിലോമീറ്റർ നടന്നാണ്, അല്ലെങ്കിൽ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് 4 ബസ് കയറിയാണ്, അതിന് എന്നായിരിക്കും അത് ചോദിക്കുക. അത് നിങ്ങളുടെ ഈ ദാരിദ്ര്യവും പണ്ടപ്പരപ്പൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നതെന്നാണ് അവരത് ചോദിക്കുന്നത്. കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അത് നിങ്ങളങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അതിന് ഞാൻ കഷ്ടപ്പെടണോ എന്നാണ് അവരുടെ ചോദ്യം. അതായത് അവരവരുടെ റൈറ്റ്സിനെ പറ്റി നന്നായിട്ട് ലേൺഡ് ആയിട്ടുള്ളൊരു ജനറേഷനാണ് ഈ പറയുന്ന പുതിയ ജനറേഷൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുമ്പിൽ ദാരിദ്ര്യവും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എൻ്റെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, TV ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, അവർ സോഷ്യൽ മീഡിയ ഫ്ലറിഷ് ചെയ്ത ഒരു കാലത്തേക്കാണ് ജനിച്ചു വീഴുന്നത് തന്നെ. ഉണ്ടാകുന്ന കുട്ടി 2010 മുതലൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നമ്മൾ മൊബൈലാണ് കൊടുക്കുന്നത്, കളിപ്പാട്ടമല്ല. മോനെ ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർട്ടൂണാണ് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ തന്നെ ചെയ്ത കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, കാര്യങ്ങൾ എളുപ്പം നടക്കും, നമ്മുടെ ജഗജല്ലി തരത്തിൽ കാര്യങ്ങൾ എളുപ്പം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്ന്, ഈ 80s 90s കിഡ്സിൻ്റെ ഒരു ഗുണം, കുട്ടികളുടെ സ്വകാര്യത, കുട്ടികളുടെ പേഴ്സണാലിറ്റി, അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യം, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് കാണുന്നത്, അവരെന്താണ് വിചാരിക്കുന്നത്. ഏറ്റവും അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 80s 90s കിഡ്സ്, നമ്മുടെ കുട്ടികൾ റൂമിനകത്ത് എന്തായിരിക്കും കാണുന്നുള്ള ഫസ്റ്റ് ചിന്ത, അവൻ ഫോൺ കാണുന്നുണ്ടാവുമോ, ഇതായിരിക്കും ചിന്തിക്കുക. നമ്മുടെ ആശങ്ക അതാണ്. അവരതൊന്നുമല്ല കാണുന്നത്. അവർ ഗെയിമിങ്ങിനിടയ്ക്കുണ്ടാവും, അവർ ഷോർട്ട് വീഡിയോസ് കാണുന്നുണ്ടാവും, അവർ സ്നാപ്ചാറ്റിലോ ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അവരുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നുണ്ടാവും. എന്താണ് ഇവർ സംസാരിക്കുന്നതെന്ന് കരുതി നമ്മളതൊന്ന് വായിക്കാമെന്ന് കരുതുക, ഒന്നും മനസ്സിലാവില്ല. അതായത് നമ്മളൊരു ഇമോജി ഉപയോഗിക്കുന്നത്, നമ്മളൊരു ഇമോഷൻ പ്രകടിപ്പിക്കാനുള്ളൊരു ഇമോജി ഉപയോഗിക്കുക, പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല, അവരതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റെഡ് ഹാർട്ട് നമ്മളിടുകയാണ്. നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ റെഡ് ഹാർട്ട് ഇട്ടാൽ ഒന്നുകിൽ ഐ ലവ് യു എന്ന് വളരെ മാന്യമായി പറയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അയാളോടുള്ള അഫെക്ഷൻ, സ്നേഹം കാണിക്കാനുള്ളതാണ്. ഈ ഹാർട്ടിന് തന്നെ പല കളറുണ്ട്, പർപ്പിളുണ്ട്, ഗ്രീനുണ്ട്, വൈറ്റുണ്ട്. ഇതിനൊക്കെ വേറെ വേറെ ഇമോഷൻസാണ്. ബ്ലൂ ഹാർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറെ ഇമോഷനാണ്. അത് അയക്കുന്നയാൾക്കും മനസ്സിലാവും. ഇനി ഇമോഷൻസിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഇമോഷൻസിൻ്റെ കൂട്ടം ഇട്ടത് തന്നെ അവർക്ക് അക്ഷരങ്ങളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് മനസ്സിലാവില്ല, അവർക്കേ മനസ്സിലാവുള്ളൂ. ഇനി അത് മാത്രമല്ല, അതിനൊരു യൂണിവേഴ്സലായിട്ടുള്ള അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ അത് ഐറണിക്കലായിട്ട് ഉപയോഗിക്കും, ചിലപ്പോൾ അത് ഐറണിക്കലായിട്ടായിരിക്കും ഉപയോഗിക്കുക, നമുക്കത് മനസ്സിലാവില്ല. പിന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കോഡായിരിക്കില്ല മറ്റൊരു ഗ്രൂപ്പിനുണ്ടാവുക. അവർ വേറെ രീതിയിൽ വേറെ കോണ്ടെക്സ്റ്റിലായിരിക്കും അത് ഉപയോഗിക്കുക. നമുക്കിത് മനസ്സിലാവുകയില്ല. നമ്മൾ ഇത് കുറേ കുത്തും കോമയും കുറേ ഇമോജി ഉണ്ട്, നമ്മളിത് തള്ളിക്കളയും. പക്ഷെ അതല്ല, അവർ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് ചില കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഈ 80s 90s കിഡ്സ് എന്ന പേരൻസിനും ഈ പറയുന്ന ആൽഫ അല്ലെങ്കിൽ ജെൻസി കുട്ടികൾക്കിടയിലോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ പേരൻസും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കോഡ് ഭാഷകൾ, നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന കോഡ് ഭാഷകൾ അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അവരെയും പറ്റിച്ചിട്ടുണ്ട്. എക്സ്കർഷൻ ബുക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ അതൊരു പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്. ആ പ്രശ്നം യഥാർത്ഥത്തിൽ വരുന്നത് പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു പുതിയ സബ് കൾച്ചർ രൂപം കൊണ്ടിട്ടുണ്ട്. ആ സബ് കൾച്ചർ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഈ കാലത്ത് കൂടുതലായ അവകാശങ്ങൾ കിട്ടുന്നു. നിയമം അവരോടൊപ്പമാണ്, സൊസൈറ്റി അവരോടൊപ്പമാണ്. പുരുഷന്മാർ ഒപ്രസ് ചെയ്യപ്പെടുന്നു എന്നൊരു ചിന്ത പുതിയ തലമുറയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രൂ ടിറ്റെ എന്ന് പറയുന്നിട്ടൊരു ഇൻഫ്ലുവൻസറുണ്ട്, അയാൾക്കെതിരെ കേസ് ഓർമ്മയുണ്ട് നോഫലിന്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി ആരും സംസാരിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ അതിൻ്റെ ഒരു ട്രെൻഡുണ്ട്. രാഹുൽ ഈശ്വർ മുതൽ കുറേ അധികം ആളുകൾ പുരുഷാവകാശ പ്രവർത്തകരായിട്ട് രംഗത്ത് വരുന്നുണ്ട്.
അത് മാത്രവുമല്ല മറ്റ് ചില എന്താണ് ഇൻസെൽ എന്ന് പറയുന്ന വേറൊരു സബ് കൾച്ചറുണ്ട്. ഇൻസെൽ എന്ന് വെച്ചാൽ ഇൻവോളണ്ടറി സെലിബസി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ലോകത്തെ 80% സ്ത്രീകൾ 20% പുരുഷന്മാരിലേക്കാണ് അട്രാക്റ്റഡ് ആവുന്നത്. പെണ്ണുങ്ങൾക്കെല്ലാം സ്ത്രീകൾക്കെല്ലാം അട്രാക്ഷൻ തോന്നുന്നത് കേവലം 20% പുരുഷന്മാരാണ്. അവർ ജനറ്റിക്കലി അവർ ഹാൻസമാണ്, അവർക്ക് മുടിയുണ്ട്, നല്ല മസിലുണ്ട്, കാണാൻ സുന്ദരന്മാരാണ്, നല്ല കളറുണ്ട്, അവരിൽ പണമുണ്ടാവും. സ്ത്രീകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള സവിശേഷതകളെല്ലാമുള്ള ആ 20% ആണുങ്ങളിലേക്കാണ് 80% സ്ത്രീകളും അട്രാക്റ്റഡ് ആവുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ബാക്കി 80% വരുന്ന ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പുതിയ തലമുറയിലെ ആൺകുട്ടികൾക്ക് പങ്കാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. അതിന് ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകൾ കുറേ കൂടി വോക്കാവുന്നു. അവർ ജോലി ചെയ്യാൻ ഓവർ മാരേജ് ജോലിക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് അവർ കല്യാണം വൈകിപ്പിക്കുന്നു, കല്യാണമേ കഴിക്കാതിരിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളാൽ പെണ്ണ് കിട്ടാണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഇൻസെൽ സബ് കൾച്ചർ അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെയും ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ആണുങ്ങളെ പറ്റി. ആൽഫ മെയിൽ, സിഗ്മ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ആൽഫ മെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള സ്ത്രീകളെ ആകർഷിക്കാൻ കഴിയുന്ന പുരുഷന്മാർ. സിഗ്മ മെയിൽ ഒറ്റയ്ക്ക് നടക്കുന്ന, എന്നാൽ ഈ മാതിരി അലമ്പിനൊന്നും പോകാത്ത ആളുകൾ, ബട്ട് ഹീസ് അട്രാക്റ്റീവ്. മറ്റ് ആളുകൾ എന്താണ്, സ്ത്രീകളെ ആകർഷിക്കാൻ കഴിയാത്ത ആളുകൾ, ഒട്ടും ആകർഷിക്കാൻ കഴിയാത്തില്ലാത്ത ആളുകൾ. വേറെ ഒരുപാട് വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ വെച്ചിട്ട് ആളുകളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ തലമുറ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ 2010 ശേഷമൊക്കെ ജനിച്ച തലമുറ ഈ വാക്കുകളൊക്കെ, ഈ ടെർമിനോളജിയൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സംഭാഷണങ്ങളിൽ. നമ്മളത് വായിച്ചെന്താണ് നമുക്ക് അവരെന്താണ് പറയുന്നത് മനസ്സിലാവില്ല. ഇതിനർത്ഥം ഈ ഐഡിയോളജി ഉണ്ടല്ലോ, അതായത് പുരുഷന്മാർ ഒപ്രസ് ചെയ്യപ്പെടുന്നു, സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നു, ഈ ഒരു ഐഡിയോളജി ഈ പുതിയ തലമുറ സ്വീകരിക്കുന്നതിന് നിർബന്ധമായ അർത്ഥമില്ല. ഇവർ ടെർമിനോളജി ധാരാളമായി ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ടെർമിനോളജി ധാരാളമായി ഉപയോഗിക്കുമ്പോൾ ഇവർ ഈ സ്ത്രീകളൊക്കെ ഭയങ്കര അവകാശങ്ങൾ കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളെ അപമാനിച്ച് കളയാം എന്നൊക്കെ ഈ പുതിയ കുട്ടികൾ തീരുമാനിക്കുന്നതിന് അർത്ഥമില്ല. പക്ഷേ ഇതിങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ടെർമിനോളജി നിരന്തരം ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ, ഒഫൻസീവായിട്ടുള്ള ഒരു ടെർമിനോളജി നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരം ഉപയോഗിക്കുമ്പോൾ ഈ ഐഡിയോളജി അരിച്ചരിച്ച് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ അഡോളസൻസ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ പ്രമേയം. അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ 2021 അമേരിക്ക ഈ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഐഡിയോളജികളുടെ കൂട്ടത്തിൽ ഇൻസെൽ ഐഡിയോളജിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാനഡയിലെ ടൊറൻറ്റോയിൽ 2018 ഒരു മസാജ് പാർലർ ആക്രമണം, അത് ഭീകരാക്രമണമായിരുന്നു. നടത്തിയത് പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുപ്പക്കാരനാണ്, 18 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരനാണ്. അത് ഒരു ഇൻസെൽ സബ് കൾച്ചറിൽ നിന്ന് സ്ത്രീവിരുദ്ധത മൂത്ത് സ്ത്രീവിരുദ്ധത മൂത്ത് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു യുവാവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് സംസാരിക്കും. ഞാൻ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ കൂടുതലായി കണ്ടുള്ളത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമാണ്. ഇൻസ്റ്റയിൽ നമുക്ക് അത് തേടിപ്പോയാൽ, എൻ്റെ ഫീഡിലേക്ക് അത് കൂടുതൽ വരാറില്ല, നമ്മൾ തേടിപ്പോയാൽ കണ്ടെത്താൻ കഴിയും. അതുപോലെ ഗെയിമിംഗ് വീഡിയോസിന് അടിയിൽ നടക്കുന്ന കമൻറ്റുകളിൽ, ഫേസ്ബുക്കിലെ ചില ഗ്രൂപ്പുകളിൽ ഈ ഒരു ഇൻസെൽ സബ് കൾച്ചർ അതിഭയങ്കരമായ വിധം കേരളത്തിലുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. സ്ത്രീകളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സുന്ദരനല്ല, എനിക്ക് സ്ത്രീകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, സ്ത്രീകൾക്ക് കൂടുതൽ റൈറ്റ്സ് കിട്ടുന്നു, അവരെ എല്ലാവരും പൊക്കിപ്പിടിക്കുന്നു, സുന്ദരന്മാർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ. ഇതുണ്ടാക്കുന്ന മാനസികാഘാതം, പുതിയ തലമുറ ഉണ്ടാക്കുന്ന മാനസികാഘാതം ചെറുതല്ല. അത് അങ്ങനെ ചിന്തയായി വരുന്നവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന് ഉദാഹരണമാണ് പലപ്പോഴും നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിൽ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് അല്ലെങ്കിൽ 5-10 വർഷമായിട്ട് കാണുന്ന ഈ ലോൺ വൂൾഫ് അറ്റാക്ക് ഒക്കെ ഉണ്ടല്ലോ. എന്ത് ഐഡിയോളജിയിലാണ് അവൻ ചെയ്തതെന്ന് അറിയില്ല. കുറേ പെൺകുട്ടികൾ ഒരു ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തൊരു ചെറുപ്പക്കാരൻ കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ വർഷം നടന്നതാണ്, 2024 നടന്നതാണ്. അവനെ ഏത് ഐഡിയോളജിയാണ് അവനെ സ്വാധീനിച്ചതെന്ന് അറിയില്ല. കുറേ പെൺകുട്ടികളെ കുത്തിക്കൊന്നു കത്തി ഉപയോഗിച്ച്, ഒരു 16 വയസ്സുകാരൻ. അവൻ എന്ത് ഐഡിയോളജിയിലാണ് ചെയ്തതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇത്തരം ഐഡിയോളജികൾ അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മക്കൾ എന്താണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്. ഒരു കുട്ടിയുടെ കണ്ണിലൂടെ നമുക്ക് ലോകത്തെ കാണാൻ കഴിയണം. ഒരു കുട്ടിയുടെ സ്കിന്നിലൂടെ നമുക്ക് ലോകത്തെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ മനസ്സിലാവൂ. അവരെന്താണ് പറയുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നത് മനസ്സിലാവും.